എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ അവരെല്ലാവരും നമ്മുടെ മൊമന്റോസ്കയുടെ ആ ഡ്രാഗൺ ഫോം അത് കണ്ട് പേടിച്ചോടുകയാണ്. അവർ കരുതുന്നത് അത് കൈഡോ ആണെന്നാണ്. പക്ഷെ അതിലൊരാളാണെങ്കിൽ അത് കൈഡോ എല്ലാം തിരിച്ചറിയും. അവനാണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് കൈഡോ അല്ല, അത് മറ്റാരോ ആണെന്ന് പറയും. അത് കേട്ട് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ. സാധാരണ ഡ്രാഗൺ ഫോമിലുള്ള ഒരേ ഒരാളെ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. അത് സാക്ഷാൽ കൈഡോ ആണ്. ഇപ്പൊ അവനെപ്പോലെ തന്നെ ഡ്രാഗൺ ആയിട്ട് മറ്റൊരാള്. സോ അതിനർത്ഥം രണ്ട് ഡ്രാഗൺസ് ഉണ്ടോ, ആരായിരിക്കും എന്നൊക്കെ പരസ്പരം ചോദിച്ച് അവരങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ മൊമന്റോസ്കി അവൻ നിലത്താഞ്ഞടിക്കുക. അവിടെ മുഴുവനായിട്ടും പൊടി അങ്ങനെ പടർന്നു പിടിക്കും. ആ പൊടിക്കിടയിലൂടെ സുന്ദരി അവൾ ഹായ് ആയിട്ട് കടന്നു വരും. അവരുടെ കണ്ണുകളിലെ തിളക്കവും ഞെട്ടലും ഭീതിയും സന്തോഷവും എല്ലാം തന്നെ കൂടി വരും. കാരണം അവൾ മരിച്ചുപോയെന്നാണ് അവരെല്ലാവരും കരുതിയത്. അവളുടെ തൊട്ടു പിന്നാലെ ഇപ്പൊ കിന്നും കടന്നു വരികയാണ്. കിന്നിനെ കാണുമ്പോൾ അവരുടെ കോൺഫിഡൻസ് കൂടും. അവനുശേഷം ഇപ്പൊ ഓടന്റെ അസിസ്റ്റൻസ് അവരൊന്നായിട്ട് കടന്നു വരികയാണ്. ജനങ്ങൾക്ക് എല്ലാവർക്കും അത് കണ്ട് ഭയങ്കരമായിട്ട് അത്ഭുതവും പേടിയൊക്കെ തോന്നും. കാരണം ഓടൻ കാസ്റ്റിലിനോടൊപ്പം മരിച്ചുപോയവരെല്ലാവരും തന്നെ ഇപ്പൊ തിരികെ എത്തിയിരിക്കുകയാണ്. അവർ കാണുന്നത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് അവർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയില്ല. ഓടന്റെ അസിസ്റ്റൻസിന്റെ ഇടയിൽ ഡെഞ്ചറോയെ കാണുമ്പോൾ അവർക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഇതാ ഡെഞ്ചറോ അല്ലേ? ഒറോച്ചിയുടെ അവൻ്റെ അസിസ്റ്റന്റ്. അതിന് ഡെഞ്ചറോ പറയും, ഞാൻ ഡെഞ്ചറോ അല്ല, യോഷിറോ ആണ്. സത്യത്തിൽ ആ ഒറോച്ചിയെയും കൈഡോയും തോൽപ്പിക്കാനും അവരുടെ രഹസ്യങ്ങൾ കണ്ടെത്താനുമാണ് ഞാൻ എൻ്റെ ഐഡന്റിറ്റി അത് ഫേക്കാക്കി മാറ്റി അവരോടൊപ്പം നിന്നത്. ഇപ്പോൾ 20 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത് അവരെ തോൽപ്പിക്കാനും നിങ്ങളോടൊപ്പം എനിക്കും ഈ പഴയ വാനോ കിൻഡത്തിലേക്ക് തിരികെ എത്താനും കഴിഞ്ഞു. നമുക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. അവരപ്പം തന്നെ സ്നെയിലിലൂടെ അവിടേക്ക് വന്ന ഓടന്റെ അസിസ്റ്റൻസിനെ വാനോ കിൻഡത്തിലുള്ള മുക്കിലും മൂലയിലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് സ്നെയിലിന്റെ സഹായത്താൽ എത്തിക്കുകയാണ്. മാത്രമല്ല വാനോ കിൻഡം ഓടന്റെ റീറ്റെയിനേഴ്സ് തിരികെ പിടിച്ച കാര്യം അവർ സന്തോഷത്തോടുകൂടെ എല്ലാവരും അറിയിക്കും. കട്ട് ചെയ്ത ഇവിടെ ബ്രൂക്കും ടീമും അവരാണെങ്കിൽ യമട്ടോയോട് ദേഷ്യപ്പെട്ടു പറയും, നീ ആ കൈഡോടെ മകളല്ലേ, തീർച്ചയായിട്ടും നിന്റെ പപ്പയെ കൊന്നതിന് നീ റിവഞ്ച് എടുക്കാനായിരിക്കും ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. എന്നെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാനായിട്ട് കഴിയില്ല, നിന്റെ പപ്പയെ കൊന്നതുപോലെ തന്നെ നിന്നെ ഞങ്ങൾ കൊല്ലും. അത് കേട്ട് അവളാണെങ്കിൽ പൊട്ടിച്ചിരിച്ച് അവരോട് പറയും, ആക്ച്വലി എൻ്റെ പപ്പയെ കൊല്ലാനായിട്ട് ഹെൽപ്പ് ചെയ്തത് ഞാനാണ്, കൈഡോയുടെ ടീമല്ല ഓടന്റെ ടീമാണ്, ഞാനാണ് പുതിയ ഓടൻ എന്നൊക്കെ പറഞ്ഞ് അവളങ്ങനെ മാസമായിട്ട് നിൽക്കും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. അവരാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുത്ത് അവളെ തന്നെ നോക്കും. ആ ലൂഫിയുടെ ടീമിനെ കുറിച്ച് ഞാൻ ന്യൂസ് പേപ്പറിൽ വായിച്ചിട്ടുണ്ട്. സത്യത്തിൽ നിങ്ങൾ ഹ്യൂമൻ ബീങ്സ് തന്നെയാണോ? എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമെന്ന് പറയും. സാഞ്ചിക്കാണെങ്കിൽ കണ്ട് കൺട്രോൾ പോയി അവളെ പരിചയപ്പെടാനായിട്ട് അവളുടെ അടുത്തേക്ക് വരികയാണ്. അവളാണെങ്കിൽ അവരോട് പറയും, ഇനി ഞാനും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും, സ്ട്രോ ഹാറ്റ് ടീമിലെ അടുത്തൊരു മെമ്പറാണ് ഞാൻ. ചിലർക്കാണെങ്കിൽ അത് ഇഷ്ടപ്പെടും, ബാക്കി ചിലർക്ക് അതിൽ ചില കൺഫ്യൂഷൻസ് ഒക്കെ തോന്നും. ജിംബയാണെങ്കിൽ അവളോട് പറയും, അത് തീരുമാനിക്കേണ്ടത് നീയല്ല, ഞങ്ങളുടെ ടീം ക്യാപ്റ്റൻ ലൂഫിയാണ്. അത് കേട്ട് അവളാണെങ്കിൽ നൈസായിട്ട് സ്മൈൽ ചെയ്യും. കട്ട് ചെയ്താ ഇവിടെ ലൂഫി. അവനാണെങ്കിൽ ഇപ്പോഴും ബോധം കെട്ട് ഉറങ്ങുകയാണ്. അവൻ ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എല്ലാം തന്നെ ചോപ്പർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത യമട്ടോ ആണെങ്കിൽ അവരുടെ ഫൈറ്റിംഗ് സ്കില്ലിനെ കുറിച്ചൊക്കെ പറഞ്ഞ് നമ്മുടെ ആൾക്കാരെ അഭിനന്ദിക്കും. അതിനുശേഷം ലൂഫിയുടെ ഫൈറ്റിനെ കുറിച്ച് പറയും. ആണെങ്കിൽ ലൂഫിയെയും നമ്മുടെ ആൾക്കാരെ കുറിച്ചൊക്കെ പുകഴ്ത്തി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതം. ഇവൾ സത്യത്തിൽ കൈഡോയുടെ മകൾ തന്നെയാണോ എന്ന് അവർ ഒരു സെക്കൻഡ് ചിന്തിക്കും. മറ്റൊരു ഭാഗത്ത് ആ വില്ലന്മാര് അവരാണെങ്കിൽ നൈസായിട്ട് അവിടുന്ന് രക്ഷപ്പെടാനുള്ള പ്ലാനാണ്. ഇനിയും നമ്മൾ ഇവിടെ നിന്ന തീർച്ചയായിട്ടും ഇവരെല്ലാവരും ചേർന്ന് നമ്മളോട് റിവഞ്ച് എടുക്കും. ഇതാണ് പറ്റിയ അവസരം, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് അവർ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം യമട്ടോ ആണെങ്കിൽ അവിടേക്ക് ചാടി വന്ന്, നിക്കടാ അവിടെ, നിങ്ങൾ ആരും തന്നെ ഇവിടെ നിന്ന് പോവാനായിട്ട് പാടില്ല, ഞാൻ പറയുന്ന അനുസരിച്ച് എൻ്റെ അടിമകളായിട്ട് നിങ്ങൾ ഇവിടെ തന്നെ ജീവിക്കണമെന്ന് പറയും. അവരാണെങ്കിൽ കുറെ റിക്വസ്റ്റ് ചെയ്യും, അവൾ മൈൻഡ് പോലും ചെയ്യില്ല. അതേസമയം ഇവിടെയാണെങ്കിൽ വയലറ്റ് പെണ്ണ് അവൾ കൺവേർട്ട് ചെയ്ത ആൾക്കാരോട് എല്ലാവരോടും പറയും, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. അടുത്ത മാസം ഇതേ സമയം എൻ്റെ ഇൻസ്ട്രക്ഷനിൽ നിന്ന് നിങ്ങൾ എല്ലാവരും സ്വതന്ത്രരാവും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് എന്നോടൊപ്പം നിൽക്കാമെന്ന് പറയും. അത് കേട്ട് ആ കുതിരപ്പെണ്ണ് വയലറ്റ് പെണ്ണിനോട് പറയും, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, എപ്പോഴും നിന്നോടൊപ്പം ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് അവൾ പറയും, എനിക്ക് നിന്നെ ഒത്തിരി കാര്യമാണ്, പക്ഷേ എൻ്റെ അസിസ്റ്റന്റ് ആയിട്ട് നീ എന്നോടൊപ്പം നിൽക്കരുത്, എൻ്റെ അമ്മയായിട്ട് എന്നോടൊപ്പം നിൽക്കണം. അത് കേട്ട് കുതിരപ്പെണ്ണ് പൊട്ടിക്കരയും. ഇതാ ഡോഗ് കിങ്, ക്യാറ്റ് കിങ്, വിശ്വസുന്ദരി അങ്ങനെ എല്ലാവരും ഇപ്പൊ ആരുടെയോ മുൻപിൽ തലകുനിച്ച് നിൽക്കുകയാണ്. അവിടേക്ക് വന്നത് മറ്റാരുമല്ല, സാക്ഷാൽ മൊമന്റോസ്കി. ഇവിടെ മൊമന്റോസ്കി ആണെങ്കിൽ വലിയൊരു സ്പീച്ച് കൊടുക്കുകയാണ്. വാനോ കിൻഡം അത് നമ്മൾ മുഴുവനായിട്ടും തിരികെ പിടിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇനി നിങ്ങൾ ആർക്കും അടിമകളല്ല. ഇവിടെയുള്ള ജനങ്ങൾക്ക് എൻ്റെ അച്ഛൻ ഓടൻ ഉണ്ടായിരുന്ന കാലത്ത് എങ്ങനെ ഹാപ്പി ആയിട്ട് സ്വതന്ത്രമായിട്ട് ജീവിച്ചോ അതുപോലെ തന്നെ ജീവിക്കാം. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാനും ഇനി വരാൻ പോകുന്ന ടൈം മ്യൂസും ചേർന്ന് നിങ്ങൾക്ക് ചെയ്തു തരും. അച്ഛൻ്റെ റീറ്റെയിനേഴ്സ് അവരെല്ലാവരും ഇവിടെ ഉണ്ട്. മാത്രമല്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരും. നഷ്ടപ്പെട്ടു പോയതെല്ലാം നമുക്ക് പതിയെ പതിയെ തിരികെ പിടിക്കാനായിട്ട് കഴിയും. കൈഡോയെ പോലുള്ള വില്ലന്മാരെ ആരെയും തന്നെ ഇനി വാനോ കിൻഡത്തിലേക്ക് നമ്മൾ കയറ്റാൻ പാടില്ല.
സോ തൽക്കാലത്തേക്ക് നമ്മൾ ഇതിന്റെ ബോർഡേഴ്സ് തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ പ്രധാനപ്പെട്ട ജോലി കൈഡോ ക്രിയേറ്റ് ചെയ്ത ഫാക്ടറികൾ അതെല്ലാം തന്നെ ഇട്ടിച്ച് തവിട് പൊടിയാക്കുക എന്നതാണ്. അതിന്റെ ഒരവശേഷിപ്പ് പോലും ഇവിടെ കാണാൻ പാടില്ല. പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ അത് നമ്മുടെ ഐലാൻഡ് വഴി ഇനി ഒഴുകാൻ പാടില്ല. ആരും വെള്ളത്തിനോ ഭക്ഷണത്തിനോ വേണ്ടി ഇനി പണം മുടക്കാൻ പാടില്ല. എല്ലാവർക്കും ആവശ്യത്തിലധികമായിട്ട് ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എൻ്റെ പപ്പയ്ക്ക് വേണ്ടി ഞാനത് ചെയ്യും. പഴയ വാനോ കിങ്ഡം അത് അതിലും മികച്ചതായിട്ട് ഞാൻ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ അവരെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാണ്. അത് കേട്ട് ജനങ്ങൾക്കും അവിടെ ഉണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും ഭയങ്കര അത്ഭുതം. അവരുടെ പഴയ ഷോഗൻ സാക്ഷാൽ ഓടൻ അവൻ തിരികെ വന്ന ഒരു പ്രതീതിയായിരിക്കും അവർക്ക് ലഭിക്കുക. അപ്പോൾ വയലറ്റ് പെണ്ണിനെ സൂം ചെയ്ത് കാണിക്കും. കാരണം അവളാണ് ഏറ്റവും കൂടുതൽ മോശമായിട്ട് അവർ ഐലാൻഡിൽ ജീവിച്ചത്. കുടിക്കാൻ വെള്ളം പോലും ഇല്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവൾ ആ മാസ്റ്ററിനോടൊപ്പം അവളുടെ ലൈഫ് തള്ളി നീക്കി. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിലാണെങ്കിൽ കൈഡോ ഐലാൻഡിലേക്ക് വന്ന് അവിടെ ഒരുപാട് ഫാക്ടറികൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ജനങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാഞ്ഞിട്ടും ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും അവന്റെ സോൾജേഴ്സിനെ ഉപയോഗിച്ച് ജനങ്ങളെ നിർബന്ധപൂർവ്വം അവന്റെ ഫാക്ടറിയിൽ ജോലി ചെയ്യിപ്പിച്ചു. ഒരു ദിവസം 100 പേരാണ് ആ ഫാക്ടറിയിലേക്ക് പോകുന്നതെങ്കിൽ അതിൽ 2 or 3 പേര് ആ ഫാക്ടറിയിൽ വെച്ച് കൊല്ലപ്പെടും. അങ്ങനെ ഒരു ദിവസം ഫാക്ടറിയിൽ പണിക്ക് പോയ വയലറ്റ് പെണ്ണിന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി അവളങ്ങനെ കാത്തിരിക്കുകയാണ്. വൈകുന്നേരമായിട്ടും രാത്രിയായിട്ടും ഒരു തിരികെ വീട്ടിലേക്ക് വന്നില്ല. നെക്സ്റ്റ് ഡേ കുറച്ച് ആൾക്കാർ അവളുടെ വീട്ടിലേക്ക് വന്ന് ഒരുപാട് വിഷമത്തോടുകൂടെ ആ കാര്യം അവൾ അറിയിച്ചു. വയലറ്റ് പെണ്ണിന്റെ അച്ഛനും അമ്മയും ഫാക്ടറിയിൽ വെച്ച് കൊല്ലപ്പെട്ടു. അവൾക്കാണെങ്കിൽ അത് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. പക്ഷേ ലൈഫ് മൂവ് ഓൺ ചെയ്തേ പറ്റൂ. അവൾക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം. അവൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ലയൺ അത് അവളോടൊപ്പം ഉണ്ട്. സോ അവളാണെങ്കിൽ അവളുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒരു കല്ലറ ക്രിയേറ്റ് ചെയ്ത് അതിനുശേഷം ഭക്ഷണത്തിനും ലൈഫ് മുൻപോട്ടേക്ക് കൊണ്ടുപോകാനുമായിട്ട് ചെറിയ ചെറിയ തൊപ്പികൾ അതുണ്ടാക്കി സെയിൽ ചെയ്യാനായിട്ട് തുടങ്ങി. ആദ്യമൊന്നും അവളുടെ തൊപ്പികൾ ആരും തന്നെ സ്വീകരിക്കാനോ അത് ഉപയോഗിക്കാനോ തയ്യാറായില്ല. ഒരു തൊപ്പിയെങ്കിലും വിറ്റാൽ മാത്രമേ അവൾക്കും അവളുടെ പെറ്റിനും ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കാൻ കഴിയൂ. ഒരുപാട് ആൾക്കാരുടെ ആട്ടും തുപ്പും അവോയ്ഡിങ്ങും എല്ലാം സഹിച്ച് അവൾ അങ്ങനെ മുൻപോട്ടേക്ക് പോയി. വെയിലത്തും മഴയത്തും അവൾ പണിയെടുത്തുകൊണ്ടേയിരുന്നു. ജനങ്ങൾ അവളുടെ തൊപ്പികൾ അത് വാങ്ങാൻ തയ്യാറാവാതിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാച്യുകളിൽ ആ ഒരു തൊപ്പിയൊക്കെ അണിയിച്ച് അവൾ സന്തോഷം കണ്ടെത്തി. പട്ടിണിയിലും ബുദ്ധിമുട്ടിലും അവൾ ഒറ്റപ്പെട്ടു പോയപ്പോൾ അവൾക്ക് ഭയമായിട്ട് വന്നത് മറ്റാരുമല്ല അവളുടെ മാസ്റ്റർ. ആദ്യം അവൾ മാസ്റ്ററെ കണ്ട് പേടിച്ച് ദൂരേക്ക് മാറി നിൽക്കും. പക്ഷെ മാസ്റ്റർ ആണെങ്കിൽ അവളുടെ കൈ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തും. നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഇന്നു മുതൽ ഞാൻ നിന്റെ മാസ്റ്ററാണ്. നിന്റെയും ഈ വാനോ കിങ്ഡത്തിന്റെ എല്ലാം തന്നെ കഷ്ടകാലം അത് അവസാനിക്കാൻ പോവാണ്. 20 വർഷങ്ങൾക്ക് ശേഷം ഓടന്റെ റീറ്റെയിനേഴ്സ് അവർ തിരികെ എത്തി ആ വലിയ യുദ്ധം അത് നടത്തും. അന്ന് അവളുടെ മാസ്റ്റർ എന്ത് പ്രോമിസ് ചെയ്തോ അതിന്ന് നടന്നിരിക്കുകയാണ്. മിൻസുകള്, പൈററ്റ്സുകള്, ഓടന്റെ അസിസ്റ്റൻസുകള് അങ്ങനെ എല്ലാവരും ചേർന്ന് തിരികെ എത്തി ഒറോച്ചിയോട് ഫൈറ്റ് ചെയ്ത് അവരെ തോൽപ്പിച്ചിരിക്കുകയാണ്. അവളാണെങ്കിൽ ഒരു സെക്കൻഡ് ലൂഫി പറഞ്ഞ കാര്യം ആലോചിക്കും. ഞാൻ ഇവിടുന്ന് തിരികെ പോകുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ള അത്രയും ഭക്ഷണം അതെന്നും കഴിക്കാനും സുഖമായിട്ട് നിനക്ക് ഇവിടെ ജീവിക്കാനുള്ള ഒരു ഫെസിലിറ്റി അത് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് പോകൂ. അവൻ കൊടുത്ത വാക്ക് ഇപ്പൊ പാലിച്ചിരിക്കുകയാണ്. മൊമന്റോസ്കി ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് അങ്ങനെ മുകളിലേക്ക് ഉയർത്തും. യൂസ്റ്റസ് കിഡും ലോയും ലൂഫിയാൻ ടീമും എല്ലാവരും ചേർന്ന് ഇപ്പോ കൈഡോയെയും ഒറോച്ചിയെയും അവർ രണ്ടുപേരെയും തല്ലിക്കൊന്നു. പ്രധാനമായിട്ട് ഇതിന് അമരക്കാരനായിരുന്നത് ലൂഫിയാണെന്ന് പറയും. ജനങ്ങൾക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. ഐലാൻഡിന്റെ ശാപമായിരുന്ന രണ്ടുപേരെയും ഇപ്പൊ ഇല്ലാതാക്കിയിരിക്കുകയാണ്. അവർ ആ സന്തോഷത്തിൽ അങ്ങനെ മദ്യമറന്ന് തുള്ളിച്ചാടും. ജനങ്ങളെല്ലാവരും നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ കിട്ടിയ സന്തോഷത്തിൽ കരയാനായിട്ട് തുടങ്ങും. മൊമന്റോസ്കിക്കാണെങ്കിൽ ചെറിയ ഭയമൊക്കെ ഉണ്ട്. പക്ഷെ കിന്ന് അവനോട് മുൻപോട്ടേക്ക് വരാനായിട്ട് പറയും. അടുത്ത നിമിഷം അവനങ്ങനെ മുൻപോട്ടേക്ക് വരികയാണ്. അവനെ കണ്ട് ജനങ്ങളെല്ലാവരും ഞെട്ടി അമ്പരന്ന് നിൽക്കും. അവൻ വിളിച്ചു പറയും, ഞാനാണ് ഓടന്റെ മകൻ മൊമന്റോസ്കി. ഇനി മുതൽ ഈ ഒരു ഐലാൻഡിന്റെ ഷോഗൺ. ഈ ഒരു ഐലാൻഡ് അത് പഴയതുപോലെ ആക്കി മാറ്റാൻ നിങ്ങൾ എന്നോടൊപ്പം നിൽക്കണമെന്ന് പറയും. അതിന് ജനങ്ങളെല്ലാവരും ഇപ്പോൾ ഓടന്റെയും അവന്റെയും പേര് വിളിച്ച് ചെയർ ചെയ്യും. മൊമന്റോസ്കി ആണെങ്കിൽ അഭിമാനത്തോടു കൂടെ അവന്റെ പാരന്റ്സിനെ ആലോചിക്കും. ഇനി ആഫ്റ്റർ ലൈഫിൽ അവന് ധൈര്യമായിട്ട് അവന്റെ പാരന്റ്സിനെ ഫേസ് ചെയ്യാം. വിശ്വസുന്ദരി ആണെങ്കിൽ ഓടി വന്ന് അവനെ ഹഗ് ചെയ്യാണ്. ഇനി ഓടന്റെ റീറ്റെയിനേഴ്സ് അത് മൊമന്റോസ്കിയുടെ റീറ്റെയിനേഴ്സ് ആയിട്ട് മുൻപോട്ടേക്ക് പോകും. അവര് വാനോ കിങ്ഡം പഴയതിലും അടിപൊളിയാക്കി മാറ്റും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.